സ്നാക്സ് ഉണ്ടാക്കാൻ ഇവിടെ അത്യാവശ്യമായിട്ട് സാധനമൊന്നും കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് 2 സ്ലൈസ് ബ്രെഡ് ഉണ്ടായിരുന്നേ. ബ്രെഡ് എടുത്ത് അത് 0 മൈദ സൂപ്പർ മൾട്ടി ഗ്രെയിൻ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിനുവേണ്ടി ഞാൻ 2 ക്യാരറ്റ് തിരുവി വെച്ചിട്ടുണ്ട്, ഒരുള്ളി, പിന്നെ ഉണ്ടോ ഗ്രീൻ പീസും സ്വീറ്റ് കോർണും. ഇത് ഞാൻ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് സീസൺ അല്ല ഇപ്പം. ഞാൻ കഴിഞ്ഞ വർഷം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് 10 കിലോ സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു. തീർന്നതിന് 2 കിലോ ഉള്ളു മിച്ചം. അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനടുത്ത പരിപാടിയിലോട്ട് പോവാം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് കുറേ ബ്രെഡ് ക്രംസും ഉണ്ടായിരുന്നേ, കണ്ടോ, അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബ്രെഡും ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കാം. കുറച്ച് നേരം ഇതൊന്ന് കുതിർത്ത് വയ്ക്കാം. ഇത് കേട്ടോ, ഇത് MTRൻ്റെ റൈസ് സെവായി. അത് നമ്മളെ വർമസിലിയുടെ അരിയുടെ ഇത്. അത് നോക്കിയപ്പോൾ ഇത് ഇവിടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ച് ഇത് കുറച്ച് പൊട്ടിച്ച് അതിലോട്ട് ഒഴിക്കാൻ, അതിലോട്ട് ഇട്ട് കൊടുക്കാമെന്നേ. നമുക്ക് ഈ വർമസിലിയുടെ കുറച്ച് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തേ. വേണ്ട, അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പിന്നെ കൂടെ കുറച്ച് നേരം കൂടെ അങ്ങ് അടച്ചു വയ്ക്കാം. നമ്മളിത് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ ബ്രെഡിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു കുറച്ച് ആംചൂർ പൗഡർ ഇട്ട് കൊടുക്കാമെന്നേ. അത് ആംചൂർ എന്ന് വെച്ചാൽ മാങ്ങയുടെ പൊടി, ആംചൂർ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചാറ്റ് മസാല, കുറച്ച് അരിപ്പൊടി, ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മാവെല്ലാം ഞാൻ എടുത്ത് ഒരു നമ്മളെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന രൂപത്തിൽ എല്ലാം തട്ടി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്യാനാ. ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് എണ്ണ ചൂടാക്കട്ടെ. നമുക്കിനി ഇത് ഓരോന്നങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ തന്നെ വെച്ച് കൊടുത്തുള്ളൂ. കുറച്ച് നമുക്ക് ഇത് ഷാലോ ഫ്രൈ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സ്പൂൺ വെച്ച് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അല്ലേ, സൂപ്പർ, അടിപൊളി. ഞാൻ സിമ്മി വെച്ചാൽ ഇത് ഫ്രൈ ചെയ്യുന്നത്. ഉണ്ടോ, നമുക്കെല്ലാം വറുത്ത് കോരിയെടുക്കാം. ഇതാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ശബ്ദം കേട്ടത് അറിയണ്ട.
അല്ലേ. ഇതുകൊണ്ട് എന്തോ മനസ്സിലായി, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഉള്ള സാധനം കൊണ്ട്. ഞാനിപ്പം 2 സൈസ് ബ്രെഡും കുറച്ച് ബ്രെഡ് കട്ട് ചെയ്തതിൻ്റെ സൈഡ് ഉണ്ടായിരുന്നു, അതും ചില അരിപ്പൊടിയും, പിന്നെ സ്വീറ്റ് കോൺ, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഉള്ളി, ശകലം ചാറ്റ് മസാല, ഒരു ശകലം ആംചൂർ പൗഡർ, പാകത്തിന് ഉപ്പ്, ഇതിട്ട് കുഴച്ച് വെച്ച് എന്നിട്ട് ആണ്ടേ കട്ട്ലറ്റ് റെഡിയായി. കണ്ടോ, ആണ്ടേ നേരത്തെ കാണിച്ചു തരാം. ഇതാ, ഇത് കണ്ടോ. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി, നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് എപ്പം വേണമെങ്കിലും എന്താ വേണമെങ്കിലും പെട്ടെന്നാവും. കണ്ടോ. ഒരു ഗ്രീൻ പീസ് അതേ വീണ്. അങ്ങനെ നമ്മളെ ബ്രെഡ് കട്ട്ലെറ്റ്സ്, ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ എല്ലാം കൂട്ടുള്ള കണ്ടോ റെഡിയായി. അല്ലേ, ഞാൻ ഒന്ന് ചൂടാന്നേ, ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല യമ്മി, നല്ല ഉണ്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കി, അത് മുമ്പേ അവൾ 5 എണ്ണമായിരുന്നു, അത് കൊച്ചുമോള് തിന്ന് കഴിച്ചു. ഇത് 2ാമത്തെ 3ാമത്തെ ട്രിപ്പും കൂടെ കണ്ടോ. അങ്ങനെ നമ്മളെ കട്ട്ലറ്റ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.